നമസ്കാരം. ആലപ്പുഴ ഡിവൈഎസ്പി എം.ആർ. മധുബാബുവിനെതിരെ പരാതികളുടെ പ്രളയം. കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഏറെയും. അതിനിടെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി മർദ്ദിച്ച സംഭവത്തിൽ ഇയാൾ മുൻപ് ശിക്ഷിക്കപ്പെട്ടിരുന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ തനിക്കെതിരായ പരാതികൾ ആസൂത്രിതമാണെന്നാണ് മധുബാബു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. ഏറ്റവും ഒടുവിൽ തൊടുപുഴ മലങ്കര സ്വദേശി വി.കെ. മുരളീധരനാണ് മധുബാബുവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന സമയത്ത് 2022 ഡിസംബർ 21 തന്റെ ഓഫീസിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് മുരളീധരന്റെ ആരോപണം. പരാതി നൽകാൻ ഓഫീസിലെത്തിയ തന്നെ പോലീസ് വയർലെസ് വെച്ച് എറിയുകയും നെഞ്ചത്തും ചെവിക്കല്ലിനും അടിയേറ്റ് കസേരയോടെ മറിഞ്ഞു വീഴുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. വീണ്ടും എഴുന്നേറ്റ് വന്ന തന്നെ ഡിവൈഎസ്പി ഓടി വന്ന് നെഞ്ചത്ത് ചവിട്ടി വീണ്ടും നിലത്തിട്ടെന്നും തുടർന്ന് ചെവിക്കല്ലിൽ ഇടിച്ചതായും മുരളീധരൻ വിശദീകരിച്ചു. ഈ സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പും മധുബാബുവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കോന്നി CI ആയിരുന്ന കാലത്ത് തന്നെ അടിച്ചു ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചെന്ന പരാതിയുമായി SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോട് രംഗത്തെത്തിയിരുന്നു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നും ഇയാൾക്കെതിരെ പരാതികൾ വന്നിട്ടുണ്ട്. നിരവധി കേസുകളിൽ ഉൾപ്പെടുത്തി ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി പത്തനംതിട്ട സ്വദേശി വിജയൻ ആചാരി രംഗത്തെത്തിയിരുന്നു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം 2006 ഓഗസ്റ്റ് 5 നടന്നതാണ്. അന്ന് പള്ളിപ്പുറം നികത്തിൽ സിദ്ധാർത്ഥനെ കസ്റ്റഡിയിലെടുത്തും നഗ്നനാക്കി മർദ്ദിക്കുകയും ശരീരത്തിൽ കൊടിത്തൂവ അഥവാ ചൊറിയണം തേക്കുകയും ചെയ്ത സംഭവത്തിൽ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മധുബാബുവിനെ 1 മാസം തടവിനും 1000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചിരുന്നു. അന്ന് ചേർത്തല SI ആയിരുന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഈ ശിക്ഷാ നടപടികൾ നിലനിൽക്കെയാണ് വീണ്ടും ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നു വരുന്നത്. തനിക്കെതിരെയുള്ള വാർത്തകൾ ആസൂത്രിതമാണെന്നും പ്രതികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഏമാനാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ആരോപിച്ചു. വിരമിച്ചതിനു ശേഷം ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങുന്നത് നല്ല പണിയാണെന്നും അണിയറയിൽ കൂടുതൽ ആളുകളെ ഒരുക്കുന്നുണ്ടെന്നും മധുബാബു പരിഹസിച്ചു. കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനാണ് എം.ആർ. മധുബാബു. ഈ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആരോപണങ്ങളെ തുടർന്ന് ഡിവൈഎസ്പി മധുബാബുവിന്റെ ഫേസ്ബുക്ക് പ്രതികരണവും വലിയ ചർച്ചയായിരിക്കുകയാണ്. സംഭവം കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ് സൂചന. മധുബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഓരോരുത്തരെയായി ഘട്ടം ഘട്ടമായി രംഗത്തിറക്കുന്നു. ഇന്നും നാളെയുമായി രംഗത്ത് വരാൻ അണിയറയിൽ ഇനിയും ചിലരെ ഒരുക്കുന്നുണ്ടാകും. എന്തായാലും കലവൂരുകാരൻ്റെ പല ജില്ലകളിലുള്ള വിരോധികളെ കണ്ടെത്തി ഒരു കുടക്കീഴിലെത്തിക്കുന്ന കോർഡിനേറ്റർ ഏമാന് റിട്ടയർമെന്റിന് ശേഷം ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് തുടങ്ങിയാണ് പറ്റിയ പണിയെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത്. 2012 UDF സർക്കാരിന്റെ കാലത്ത് താൻ നേരിട്ട പോലീസ് അതിക്രമം വിവരിച്ചാണ് SFI മുൻ ഭാരവാഹി രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ പരാതി പ്രളയമെത്തിയത്. SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടായിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പിയും കോന്നി മുൻ CIയുമായിരുന്ന മധുബാബുവിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപണം ഉന്നയിച്ചത്. കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു, കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തു, ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജയകൃഷ്ണൻ എഴുതിയിരുന്നു. മധുബാബുവിനെതിരെ അച്ചടക്ക നടപടി ശുപാർശ ചെയ്തെങ്കിലും ഇതുവരെ നടപ്പായില്ലെന്നും ജയകൃഷ്ണൻ ആരോപിക്കുന്നു. 2012 ഓഗസ്റ്റ് മാസം 12-ാം തീയതി നടന്ന സംഭവത്തെക്കുറിച്ചായിരുന്നു ജയകൃഷ്ണൻ കുറിച്ചത്. കോന്നി CI ആയിരുന്ന കാലത്ത് മധുബാബു തന്നെ മർദ്ദിച്ചെന്നായിരുന്നു ഇയാളുടെ ആരോപണം. MG യൂണിവേഴ്സിറ്റി കോളേജുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു. ഇതിനിടെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ജയകൃഷ്ണൻ ആരോപിക്കുന്നത്. നിരവധി കേസുകളിൽ ജയകൃഷ്ണനെ പ്രതിയാക്കുകയും 3.5 മാസത്തോളം തടവിൽ കഴിയുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ പിന്നീട് ജയകൃഷ്ണൻ നൽകിയ പരാതിയിൽ മധുബാബുവിനെതിരെ അന്വേഷണം നടക്കുകയും അച്ചടക്ക നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ട് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇത് നടപ്പിലായില്ല. തുടർ നടപടിക്ക് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇയാൾ തീരുമാനിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ കുന്നംകുളം PC കസ്റ്റഡി മർദ്ദനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്താണ് മധുബാബുവിനെതിരെയുള്ള ആരോപണവും ചർച്ചയാകുന്നത്.